നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ? ബെസ്റ്റ്. എനിക്ക് ആരുടെയും മെസ്സേജ് കാണാൻ പറ്റുന്നില്ല, ആരുടെയും കമന്റ്സ് ഒന്നും കാണുന്നില്ല. ഹലോ 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 ജാസ്മിൻ, ഹലോ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണോ? എല്ലാവരും ഹാപ്പി ആയിരിക്കണം. ഇച്ചിപ്പോ അന്ത മൂലം നടക്കൂ. ഇച്ചിപ്പോ 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 എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു ഹായ് പറയാൻ വേണ്ടി വന്നതാണ്. കുറേ നാളായി നമ്മള് ഇതിനകത്തൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ബിഗ് ബോസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച ഒരു ദിവസമൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നിനും ആക്റ്റീവ് അല്ലായിരുന്നു. എല്ലാം ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചാ പിന്നെ യൂട്യൂബിൽ വന്ന് ആദ്യം ഒരു ലൈവ് ഇടാന്ന്. അത്രയ്ക്കായിട്ട് വിശേഷം. സുഖമാണോ? എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നോ? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കൊച്ചിയിലേക്ക് വന്നു. നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ഹായ് ജാസ്മിൻ, സുഖമാണോ? എന്റെ സ്ഥലം കൊല്ലത്താണ്. സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. വലൈക്കും സലാം ഫാത്തിമ. എന്തെയാണോ പ്രോബ്ലം? എന്റെ ടെൻഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എവിടെയായിരുന്നു ജാസ്മിൻ? സൗണ്ട് കുറവാണോ? ഞാൻ ഇവിടെ തന്നെ കൊച്ചിയിലുണ്ട്. അന്ത് മൂലയില് റെസ്റ്റിനുണ്ട്. റെസ്റ്റിനൊരു ഹൈ ആണെങ്കിൽ റെസ്റ്റിരിക്കുകയായിരുന്നു. സൗണ്ട് ക്ലിയർ അല്ല. നല്ല കാര്യം. ഇപ്പൊ ക്ലിയർ ആണോ? ഇല്ല, ഹെഡ്സെറ്റ് ഊരി. അല്ല, വേണ്ട വേണ്ട. പിന്നെ റസ്മിനെ ഒന്ന് കാണിക്കാൻ പോന്നോ? റസ്മിനെ ഒന്ന് കാണിക്കാൻ ഒന്ന് ഓടി വരുമോ? ഓടി വന്നിട്ട് അവള് ഈ ലൈവ് ഓണാക്കി ആ മൂലയിൽ പോയിരിക്കും. അപ്പൊ അതും ഇതും കൂടെ ആകുമ്പോ ഭയങ്കര ഹായ് ഗൈസ്, ഹായ് ഹായ് ഹായ്. അലമ്പടി. ഹായ് മോളെ, ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ രണ്ട് കുഞ്ഞു 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 ഹെയർ എക്സ്റ്റൻഷൻ എവിടാ ചെയ്തത്? എടാ ഞാൻ ചെയ്തത്, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ പേര് മറന്നുപോയി. ഞാൻ സ്റ്റോറി ഇടാം, ഇൻഷാല്ലാ ഞാൻ സ്റ്റോറി ഇടാം. ശ്രീതു ഉണ്ടോ? കാണിക്കാമോ? ശ്രീതു ഇവിടെയല്ലോ. ശ്രീതു അവിടെ അല്ലേ, ചെന്നൈയിലല്ലേ. വ്ളോഗൊക്കെ ഇട്ട് തുടങ്ങും. നാളെ തൊട്ട് എൻ്റെ വീഡിയോസ് വരും. നാളെ തൊട്ട് എല്ലാത്തിലും ഞാൻ ആക്റ്റീവായി തുടങ്ങും. ഇന്ന് ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ പൊടിക്കിത്തിരി പോലെ ആക്റ്റീവായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി അപ്കമിങ് പ്രൊജക്റ്റ് ഇൻഷാല്ലാ ഓരോന്നൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹായ് മോളെ, ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു ഇത്താ. സുഖമല്ലേ ജാസ്? സുഖമായിട്ടിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിയെ കാണാൻ വേണ്ടി വന്നതാ. കുറേ നാൾ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല. അപ്പം എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ട്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. ഇപ്പം എനിക്ക് ഒരു ചമ്മലൊക്കെ എന്നൊക്കെ ഒരു നാണമൊക്കെ. ഹെയർ ഒറിജിനൽ ആണോ? ഈ ഹെയറൊക്കെ ഒറിജിനലാണ്, പക്ഷെ ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനോ? ചെയ്യാലോ. ഞാൻ എയർപോർട്ടിൽ വന്നിരുന്നു. ജാസ് ആണോ? ഞാൻ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറേ പേര് എന്നോട് ചോദിക്കുന്നവർ ജാസ്മിൻ ഓക്കെ അല്ലേ, സ്ട്രോങ് അല്ലേ? എന്നെ കാണുന്നവരൊക്കെ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നത് മക്കളെ ഓക്കെ അല്ലേ, നീ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ ചോദിക്കും. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു, സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. എന്നെ അങ്ങനെ എന്താ വീട്ടിലൊരു കൊച്ചിനെയൊക്കെ പോലെ അങ്ങനെ ചിന്തിക്കുന്ന കുറേ അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഒരുപാട് നന്ദി, സ്നേഹവും കടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. എന്താടി കമൻറ്റ് വായിക്കാത്തതിനൊക്കെ? കമൻറ്റ് വായിക്കുന്നുണ്ട്, കാണുന്ന കുറേ വായിക്കുന്നുണ്ട്, എല്ലാം കൂടെ വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ജാസ്മിൻ ഒന്ന് എൻ്റെ പേര് വിളിച്ച് ഹായ് പറയുമോ? ഹായ് ഷംന. ലിപ്സ്റ്റിക്ക് കൊള്ളാം, താങ്ക് യു. തിങ്സ് സോ ക്യൂട്ട്. ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നുണ്ടോ? ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ
ആ നമുക്ക് എല്ലാത്തിലും മിസ് ചെയ്യുന്നൊന്നല്ല, പക്ഷെ ചിലപ്പോൾ അവിടെ ആ വീട് മിസ് ചെയ്യുന്നുണ്ട്, ആ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ആ വീട് ഇപ്പം ഞാൻ ഏതോ ഒരു ചാനലിൽ എങ്ങാണ്ട് വീടിങ്ങനെ പൊളിക്കണത് ഞാൻ കണ്ട്. മീൻസ് അതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ മാറ്റുന്നതൊക്കെ കണ്ട്. പൊളിക്കുന്നത് പറഞ്ഞാൽ ജെസിഡ് കൊണ്ട് കുത്തിത്തോണ്ട് പൊളിക്കുന്നതല്ല. അപ്പം അത് കണ്ടപ്പോൾ ഇങ്ങനെ അയ്യോ നമ്മുടെ വീട്ടിലെ സാധനങ്ങളല്ലേ അതെല്ലാം എടുത്തോണ്ട് പോകണമല്ല എന്നുള്ളൊരു സാധനമാണ്. അർജുനെ കണ്ടില്ല, അർജുനെ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ ബിഗ് ബോസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷുഗറാണ് കേട്ടോ. ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഷുഗറിൻ്റെ റെഡ് ലിപ്സ്റ്റിക്ക്. ഇനി മുതൽ വീഡിയോ ഉണ്ടാകുമ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടാവും. വി നീഡ് ദാറ്റ് പഴയ ജാസ്മിൻ. പിന്നെ അല്ല വന്നിരിഞ്ഞ് വിരിഞ്ഞ് ഏതെങ്കിലും ഇന്റർവ്യൂവിൽ വരും. എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ എല്ലായിടത്തും ഒഴിഞ്ഞു മാറി എടുക്കണം. 1-2-3 ചാനൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതല്ലാതെ കുറേ മീഡിയ ചാനലിൽ എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറേ ചാനലുകൾ മാറ്റി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ചാനലിൽ ഞാൻ നാളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 ചാനൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏതാന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കും. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കും. ഓ താങ്ക് യു ചേച്ചി. ടൈറ്റിൽ വിന്നർ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പുറത്തുള്ള സപ്പോർട്ടാണ് നമുക്ക്, അകത്ത് നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണം അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ഗെയിം കഴിഞ്ഞു, ഗെയിമിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി അതൊരു സാധനമാക്കി വെക്കാനോ അല്ലെങ്കിൽ അയ്യോ എനിക്കത് പോയത്, അത് ഗെയിം അതവിടെ കഴിഞ്ഞു. അവിടുന്ന് നല്ലത് എടുക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, മോശങ്ങളെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇപ്പം റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നു. അവിടെ നമുക്കൊരു ഫാന്റസി വേൾഡ് ആണല്ലോ. എൻ്റെ മെസ്സേജ് ഒന്ന് നോക്കണേ. ഹായ്, സേ സംതിങ് അബൌട്ട് ജിൻഡോ കാക്കയെ പറ്റി പറയാൻ എന്തിനാണ്. ജിൻഡോ കാക്ക നാളെ മേ ബി ജിൻഡോ കാക്കയെ കാണും. ഞാൻ പറഞ്ഞില്ലേ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പം മേ ബി ജിൻഡോ കാക്കയെ കാണും. പിന്നെന്തരാ, ജിൻഡോ കാക്ക അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗെയിം അതവിടെ കഴിഞ്ഞു. അതല്ലാതെ ആ മനുഷ്യൻ എനിക്ക് ഭയങ്കര കാര്യമാണ്. ഗെയിമിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നൊരു മനുഷ്യനല്ല, പക്ഷെ അല്ലാതെ കുഴപ്പമൊന്നുമില്ല, നല്ലോണം പോകണുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തടി സംസാരിക്കേണ്ടവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കേണ്ടാത്തവരോട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ബ്രോ. കാണിച്ചു കൂട്ടിയതൊക്കെ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാൻ അതിനൊന്നും പറയുന്നില്ല. ദൈവം റസ്മിൻ ദോ അവിടെ പോയിരിക്കുന്നു. അവൾ ഈ ലൈവ് കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഇരുന്ന് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബ് ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഓടിച്ചു. എനിക്ക് മാത്രം റിപ്ലൈ ഇല്ല. മക്കളെ ഞാൻ കാണാഞ്ഞിട്ട് അമ്മൂസിന നൂറെ കണ്ടില്ല. ഇല്ല, ഞാൻ വേറെ ആരെയും കണ്ടില്ല. ഞാൻ അപ്സരേച്ചിയുടെ ബർത്ത്ഡേക്ക് പോകാൻ നേരത്ത് അവരെ കുറച്ച് ആൾക്കാരെ കണ്ടു. പിന്നെ റസ്മിൻ, അവള് ഞാൻ പോയതിൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെ, എന്ന് പറഞ്ഞാൽ ഫിനാലെ കഴിഞ്ഞ് ഇറങ്ങിയ അന്ന് തൊട്ട് ഇപ്പൊ വരെ എൻ്റെ കൂടെ ഉണ്ട്. സിയ, ഹായ് സിയ. യു ലൈക്ക് നൊറ? എന്താ നൊറയ്ക്ക് പ്രശ്നം? നൊറയെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ആരോടും എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, ആരോടും ഒരു പ്രശ്നമില്ല. പിന്നെ എടുക്കേണ്ടവർ മനസ്സിലുണ്ട്, വേണ്ടാത്തവരോട് വലിയ അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ല, മാറ്റി നിർത്തുന്നു എന്ന് മാത്രം. അല്ലാതെ ആരോടും പ്രത്യേകിച്ച് പേഴ്സണലി ഒരു പ്രശ്നം എനിക്കില്ല. സേ സംതിങ് അബൌട്ട് അർജുൻ കുട്ടൻ പാവം പിടിച്ച് ചേർക്കൻ. അർജുൻ എവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പം വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാത്തി അടിച്ച് നടക്കുന്നു. നല്ല ഫ്രണ്ടാണല്ലേ. ഗബ്രി വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാനോ ഓടാ എനിക്ക് കോലം കണ്ടിട്ട് നമുക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു. അർജുൻ ശ്രീതു തമ്മിൽ നല്ല ബോണ്ടിങ് ആണ്. അവർ അടിപൊളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും കൈ കൊടുത്ത് നിൽക്കുന്ന 2 പേരാണ്. അവർ നല്ല ഫ്രണ്ട്സാണ്.
ഹായ് പൊന്നു എന്നെ പറയുമോ എൻ്റെ ഹായ് പൊന്നു. സേ സംതിങ് അബൌട്ട് നോറ. നോറ അടിപൊളിയായിരുന്നു. പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസിന് പുറത്തിറങ്ങിയിട്ട് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഗെയിം കഴിഞ്ഞു. ഗെയിമിൽ നമ്മുടെ ഹൗസിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അങ്ങനെ പൊന്നുവിൻ്റെ ഫാനാണ് ഞാൻ. ചെറുക്കൻ കേൾക്കണ്ട ഭംഗിപ്പോ. പൊന്നുവിനെ മിസ് ചെയ്തേനോ? ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പൊന്നുവിനെ കുറേ മിസ് ചെയ്തിട്ടുണ്ട്. പൊന്നുവിനെ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് സിബ്ലിങ്സിനല്ലേ നമ്മൾ കാണുന്നതൊക്കെയല്ല കേട്ടാ. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പുറത്തിരുന്ന് കളി കാണുന്നതൊക്കെ അല്ല. വീട്ടിനകത്ത് ചെല്ലുമ്പോൾ വീട്ടിനകത്ത് അത് വേറൊരു ലോകമാണത്. ഒരു വീടല്ല, ഒരു ലോകമാണ്. നമുക്ക് വേറെ ഒരു മനുഷ്യരും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ മാത്രമുള്ളൊരു ലോകമാണ് ആ ലോകം. നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ലോകമാണ് അത്. പുറം ലോകം കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ പുറം ലോകത്ത് നിന്ന് നടക്കുന്ന പോലും നമ്മളറിയാതെ, നമ്മൾ മറ്റേ ഇല്ല കളി അറിയാതെ അങ്ങനെ നിൽക്കണ ഒരു ലോകമാണത്. താത്താന്റെ വർത്താനം എന്താണ്? സുഖമായിട്ടിരിക്കണടാ. സീക്രട്ട് ഏജന്റ് പൊളിയല്ലേ? സീക്രട്ട് ഏജന്റ് പൊളിയാ. എനിക്ക് സായി കൃഷ്ണന് വലിയ താല്പര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ സീക്രട്ട് ഏജന്റ് പൊളിയാണ്. സായി അടിപൊളിയാണ്. നല്ല നല്ല കിടിലമാണ്. കിടിലമാണ്. എല്ലാവരും കിടിലമാണ്. നിങ്ങളിപ്പോ എന്തിന്റെ ബിഗ് ബോസ് ഹൗസിലെ ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചോദിക്കുന്നതെങ്കിൽ പലരോടും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും സൂപ്പറാണെന്നൊന്നും ഞാൻ പറയില്ല. അവിടുത്തെ ഗെയിമിൽ എനിക്ക് പലരോടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഒരു പ്രശ്നമില്ല. ഇങ്ങനെ പോകണം. ജാസ്മിനും റസ്മിനും തമ്മിൽ ഭയങ്കര ബോണ്ടയാ. ബോണ്ട പറഞ്ഞിരിക്കാ. ഇനി മൂവി ഓഫേഴ്സ് അങ്ങോട്ട് എനിക്ക് മൂർന്നിട്ടൊന്നും മൂവിയൊന്നും വരുന്നില്ല. അല്ലാതെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വർക്കുകൾ കാര്യങ്ങൾ ഞാൻ ഒന്നും എടുത്തു തുടങ്ങിയിട്ടില്ല. എന്നെ ആരും അങ്ങനെ 1, 2, 3 പേര് കോണ്ടാക്ട് ചെയ്തപ്പോഴേ ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല. ഒന്നിലും ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള മൈൻഡിൽ നിൽക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഒന്ന് ഇത്തിരി പോലും ഒന്ന് ഉയർത്തെഴുതിയിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ പെയ്യെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഓ താങ്ക് യു ആനന്ദു. സേ സംതിങ് അബൌട്ട് ലാലേട്ടൻ പൊളി. ലാലേട്ടൻ്റെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കും വെള്ളം കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ കുറേ എന്താ പറയുക, നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ആദ്യത്തെ ആഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ലാലേട്ടനെ കാണാൻ. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് പേടിയായി തുടങ്ങും. കാരണം നമ്മുടെ ഈ സ്കൂളിലൊക്കെ പേരൻസ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ടീച്ചർമാർ വഴക്ക് പറയൂല, ടീച്ചർമാർ നമ്മളെ പറ്റി പറയില്ല. ആ ഒരു ടെൻഷനാണ് നമുക്ക് ലാലേട്ടൻ വരുമ്പോൾ. പക്ഷെ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ അവിടെ എടുത്തു പറയും. നല്ലൊരു മനുഷ്യനാണ്. ഇതാൻ്റെ പഴയ പോയി. ഒന്നും കാണാൻ പറ്റണില്ല. ജാസ്മിൻ വളരെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഞാൻ അത്ര സ്ട്രോങ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇവിടെ എല്ലാവരും ഇറങ്ങും. റോസ്മിനൊക്കെ എൻ്റെ അടുത്ത് നീ സ്ട്രോങ് അടി, നീ സ്ട്രോങ് എന്നൊക്കെ. പക്ഷെ അങ്ങനൊന്നും ഇല്ല. ഞാനും തകർന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ വിഷമിച്ചിട്ടുള്ള, ഇപ്പം പോലും ഞാൻ വിഷമിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് നിമിഷങ്ങളുണ്ട്. കരഞ്ഞിട്ടുണ്ട്, പിഴിഞ്ഞിട്ടുണ്ട്, മണ്ട ഇടിച്ചൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട്. നീ ഒട്ടും ഒക്കാത്ത സമയമുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മളെ ആര് തകർക്കാൻ നോക്കിയാലും തളരാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ. അപ്പൊ തളർത്തൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ എണ്ണിച്ചിങ് വന്നോളും. തണുക്കണം. ഇനി യൂട്യൂബ് വീഡിയോസ് ഇടും. പിന്നെ യൂട്യൂബ് അരി വാങ്ങിക്കണ്ടേ, വീട്ടിൽ ചോറ് വെക്കണ്ടേ, യൂട്യൂബ് വീഡിയോ ഇടായിരിക്കും. ഇടുന്നേ കുറേ പേരെ വിളിച്ചോ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിളിക്കണ്ടായും കാണേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല പലരെയും. അതുകൊണ്ട് പലരെയും കാണാനൊന്നും നിന്നിട്ടില്ല. പിന്നെ വിളിച്ചിരുന്നു പലരെയും. ഞാൻ പറയൂല. ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ട. നമുക്ക് നമ്മുടെ എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരും മതി. അല്ലാതെ നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ പൈസയ്ക്ക് ഒറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഇട്ട് കൊടുക്കുന്നവരും അങ്ങനെയുള്ളവർ നമുക്ക് വേണ്ടല്ലോ. ശ്രീതു நம்மளோட தமிழ் பொண்ணு, ரொம்ப நல்ல பொண்ணு, ரொம்ப சின்ன பொண்ணு, அழகான பொண்ணு. அக்கா ജിൻഡോ
ഓർ അർജുൻ, ജിൻഡോ ഓർ അർജുൻ എന്ന് ചോദിച്ചാൽ ഞാൻ അർജുനെ പറയുള്ളൂ. കാരണം എനിക്ക് പേഴ്സണലി കൂടുതലും ഇഷ്ടം അർജുനെയാണ്. എന്ന് പറഞ്ഞാൽ ജിൻഡോയെ ഇഷ്ടമല്ലെന്നല്ല, ജിൻഡോക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ കൂടുതലും കണക്ഷൻ ആയിട്ടുള്ളത് അർജുൻ്റെ അടുത്താണ്. പൊന്നുൻ്റെ ഒറിജിനൽ നെയിം എന്താ? അവൻ്റെ ഒറിജിനൽ നെയിം മുഹമ്മദ് ജംസീർ. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബോണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓ താങ്ക് യു. ശ്രീതുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? കോണ്ടാക്ട് മീൻസ് എല്ലാവരെയും എപ്പോഴും വിളിക്കുന്നു, എപ്പോഴും കൂടെ ഉള്ളത് ഈ പിശാശ് നിന്നെയാ, എപ്പോഴും കൂടെയുള്ള ഈ പിശാശ്. അല്ലാതെ എല്ലാവരുമായിട്ട് സംസാരിക്കലും എടുക്കലൊക്കെ ഉണ്ട്. ശ്രീതു ആയാലും അർജുനായാലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ സംസാരിക്കും. പിന്നെ കുറേ പേരുമായിട്ട് ഞാൻ കോണ്ടാക്ട് വെക്കുന്നില്ല. മീൻസ് അവരോട് ദേഷ്യം, അങ്ങനെ വലിയ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ വലിയ അടുപ്പം കാണിക്കാറില്ല. മീൻസ് എനിക്ക് ഈ ഉള്ളിലൊന്ന് വെച്ച് പുറത്തുനിന്ന് എന്തിനാ ഞാൻ അങ്ങനെ കാണിക്കണേ? അതുകൊണ്ട് പ്രശ്നമില്ല, വഴക്കുമില്ല, ബഹളവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ മാറി ഒതുങ്ങി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. എബൌട്ട് നോറ അടിപൊളിയാണ്, ഞാൻ പറഞ്ഞല്ലോ. ചലഞ്ച് ഇടണോ? അതെന്തൊരു, അതെനിക്ക് അറിഞ്ഞൂടെ. ചലഞ്ച് ഇടണോ എന്തിനാന്ന്? യു ആർ റിയലി സ്ട്രോങ്. നോറ എടുത്തുടിക്കുന്നത്. സേ അബൌട്ട് ശരണേച്ചി, നല്ലതാണ്. നിങ്ങളുടെ ട്രിപ്പ് എപ്പോഴാ? നമ്മുടെ ട്രിപ്പ് എപ്പോഴാണ്? ട്രിപ്പൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ അകത്ത് വെച്ച് പറയും നമുക്ക് അവിടെ ട്രിപ്പ് ഉണ്ട്. ഇപ്പം എല്ലാവരും തിരക്കല്ലേ, എല്ലാവരും ഓരോ കാര്യത്തിലായിട്ട് ബിസിയാണ്. ഞാനിപ്പോൾ ഇത്രയും ദിവസം വർക്കൊന്നും എടുക്കാതെ ഞാൻ മാറി നിൽക്കുമായിരുന്നു എല്ലാത്തിനും. പിന്നെ ഞാനും വർക്ക് എടുത്തു തുടങ്ങും. എല്ലാവരും ബിസിയാണ്. എല്ലാവരുടെയും ബിസിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് ട്രിപ്പൊക്കെ പോകണം. ഇഗ്നോർ നെഗറ്റീവ്. അയ്യോ, അതത്രേ ഉള്ളൂ. നെഗറ്റീവൊക്കെ ഇഗ്നോർ ചെയ്യും. എനിക്ക് അത്ര ഇല്ലുള്ളൂ. എന്താ വീഡിയോ ഇടാത്തത്? സത്യം പറയാനാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം നല്ല അധികം എന്താ പറയുക, നല്ല രീതിയിലൊന്നും തകർന്നിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരുന്നു കുറച്ച് ദിവസം ഞാൻ എല്ലാത്തിൽ നിന്നൊന്ന് മാറിയുന്നത്. പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കാത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എനിക്ക് കൊടുക്കണമെന്ന് തോന്നുന്നില്ല. ഇനിയും അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് എന്തിനാ ഇനിയും ഞാൻ അവർക്ക് നിന്ന് കൊടുക്കണം? അതുകൊണ്ടാണ് പലർക്കും ഇൻ്റർവ്യൂ കൊടുക്കാനത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1-2 നോക്കി വെച്ചിട്ടുണ്ട്, നോക്കാം ഇൻഷാല്ലാ. സേബോട്ട് ജിൻഡോ കാക്ക സോങ്, ആ സോങ് ഞാൻ ആദ്യം കേൾക്കുന്നത് ബിഗ് ബോസിലെ ആഫ്റ്റർ പാർട്ടി സമയത്താണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെ ഇറങ്ങിയെന്നൊക്കെ ആലോചിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം അത്രയേ ഉള്ളൂ. സേബോട്ട് സിബിൻ അടിപൊളിയാണ്, സൂപ്പറാണ്. മാരേജ് പറയുന്നു. എന്നെ കെട്ടിച്ചോളാം വയ്യ, ഇത് എന്തുവാ ഇത് എന്നെ കെട്ടാ സമാധാനം. അർജുൻ ജാസ്മിൻ കോംബോ വീഡിയോസ് കണ്ടോ? ഞാൻ കുറേ കോംബോസ് കണ്ടു. എൻ്റെ അർജുൻ്റെയും കോംബോ കണ്ടു, എൻ്റെയും പ്രസ്മെൻ്റെയും കണ്ടു, എൻ്റെയും ഗബ്രിയുടെയും കണ്ടു, ശ്രീധുവിൻ്റെ എൻ്റെയും കണ്ടു, സിജോയുടെ എൻ്റെയും കണ്ടു. അങ്ങനെ കുറച്ചധികം കോംബോസ് ഉണ്ട്. എനിക്ക് എല്ലാ വീഡിയോസും ഇഷ്ടപ്പെട്ടേട്ടാ. എൻ്റെ ട്രോളുകൾ, ഒരുവിധം ട്രോളുകൾ, എല്ലാം ഞാൻ പറയില്ല, ഒരുവിധം ട്രോളുകളൊക്കെ ഞാൻ കണ്ട് കുറേയൊക്കെ ഞാൻ ചിരിച്ച് മണ്ണ് വെപ്പിയതുകൊണ്ട് കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പെങ്കൊച്ചിൻ്റെ ഒരു ട്രോള് ഞാൻ ഡ്രസ്മിനെ ഞാൻ കാണിച്ചു കൊടുത്ത്. എന്തിനാ ചായയുടെ ഒരു ട്രോള്, ഞാൻ ചായ കുടിക്കാൻ, ചായ കുടി എങ്ങനെ നിർത്താന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേയൊക്കെ ഫണ്ണായിട്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ജാസ്മിൻ വിഷമിക്കരുത്. വിഷമിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. വിഷമിക്കാതിരിക്കാൻ കല്ലൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ. ഇപ്പം വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ നമ്മൾ ചില നമ്മൾ MS വെറുതെ സൂപ്പർ ചാറ്റ് നോക്കുക. അതെന്തൊരു ജാസ്മിൻ്റെ ഫേവറേറ്റ് ടോപ്പ് 5 ആരൊക്കെ? എൻ്റെ ഫേവറേറ്റ് ടോപ്പ് 5ഓ അത് ഞാൻ ആഗ്രഹിച്ച ടോപ്പ് 5ഓ? ഞാൻ വിചാരിച്ചിരുന്ന ടോപ്പ് 5 ആണോ? എന്താ ജാസ്മിനോട് ലാൽ സാറിന് ഭയങ്കര സ്നേഹമാണ്. താങ്ക്സ്. പാവം ലാലേട്ടനെ ബിഗ് ബോസിലേക്ക് എന്തൊരു ട്രോളിക്ക് വന്നു. സേബോട്ട് റോക്കിയൊക്കെ അടിപൊളിയാണ്. ആദ്യം വെച്ച് അവിടുന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടായി പോകേണ്ടി വന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതിലും വലുത് എന്തൊക്കെയോ എല്ലാവർക്കും കാത്തിരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ ജാസു ഒന്ന് കാണണം, പ്ലീസ് റിപ്ലൈ. ഇൻഷാല്ലാ കാണാം. നമ്മൾ ഒരു സാധനമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം, സെറ്റാക്കാം.
ഞാൻ വിചാരിച്ച ടോപ്പ് 5 അന്ന് ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ച ടോപ്പ് 5 എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് ടോപ്പ് 5 ആണല്ലോ. അപ്പം അങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ റസ്മിനെ, ഗബ്രി, അർജുൻ, ശ്രീതു അങ്ങനെയൊക്കെ അപ്സരയിച്ച് ഞാൻ സീരിയസ്ലി ഞാൻ അപ്സരയിച്ച ടോപ്പ് 5 ഒരുപാട് പ്രതീക്ഷിച്ച ഒരാളാണ്. ഗബ്രി ഒരുപാട് പ്രതീക്ഷിച്ച ഒരാളാണ്. റസ്മിനെ പ്രതീക്ഷിച്ച ഒരാളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എടി അഹങ്കാരി എന്തോ എന്തിന് പറയാനാ പാടും. ജാസ്മിൻ അർജുൻ ഫ്രണ്ട്ഷിപ്പ് എൻ്റെയും അർജുൻ്റെയും ഞങ്ങൾ മറ്റേ അവിടെ വന്നിരിക്കുന്ന ആരും കേട്ടോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്ഷിപ്പും ആണെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സാധനമല്ല, അവിടെ ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ഇപ്പം എനിക്ക് റസ്മിൻ പോയതിന് ശേഷം, ഗബ്രി പോയതിന് ശേഷം ഞാൻ അവിടെ ഒറ്റപ്പെട്ട് തിരിഞ്ഞ് നടന്നപ്പം റസ്മിനും ശ്രീതുമായിട്ട് ഞാൻ അങ്ങനെ മിണ്ടി അങ്ങനെ കണക്റ്റായ രണ്ടുപേരാണ് ശ്രീതു, അർജുനും ഞങ്ങൾ. അഭിഷേകമായിട്ടുള്ള കോമ്പോ അഭിഷേകമായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് എന്നെ എന്തിനോ പറയുന്നു, ഞാൻ അങ്ങനെ പറയുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ. ഫാൻസ് മീറ്റ് ഉണ്ടോ അങ്ങനെ പറയുന്നുണ്ട്, നോക്കാം, ഇൻഷാ അല്ലാഹ് നമുക്ക് സെറ്റാക്കാം. ജിൻജാസ് കോംബോ ഒക്കെ ഞാൻ ഇവിടെ പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര ടോമാജെറി ടൈപ്പ് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു, അടിപൊളിയാണ്. മാരേജ് എന്തായി? മാരേജ് ഇപ്പോഴെങ്ങും ഇല്ല. യൂട്യൂബ് വീഡിയോസ് നിർത്തിയോ? ഇല്ല, എനിക്ക് ചോറ് വേണ്ടേ, വീട്ടുകാരി വാങ്ങിക്കണ്ടേ, യൂട്യൂബ് വീഡിയോസ് നിർത്തി ഞാൻ എന്ത് ചെയ്യും? അങ്ങനൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ കുറേ കമൻസ്, അവരെന്തിയേ, ഇവരെന്തിയേ, അവര് പോയോ മക്കളെ. ഇത് കണ്ട് ഇരുന്നൊരു സമയമുണ്ട്, ഇനി ഇരിക്കൂല. അത് പ്രതീക്ഷിച്ചാണ് ഇടുന്നതെങ്കിൽ വെറുതെ അവിടെ കിടന്ന് നിങ്ങളിരുന്ന് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യും, ഞാൻ ഇഗ്നോർ ചെയ്യും, വീണ്ടും നിങ്ങൾ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യും, ഞാൻ ഇഗ്നോർ ചെയ്യും, മൈൻഡ് ചെയ്യാതിരിക്കും. എന്തിനാ ഇങ്ങനെ നാണം കെട്ടുന്നേ? വല്ല കാര്യമുണ്ടോ? ഞാൻ മൈൻഡ് ചെയ്യില്ല. ഒഴിവാക്കിയത് തന്നെയാണ് അത്. പിന്നെ അവരവർ ചെയ്തതിൻ്റെ കർമ്മഫലം ഉറപ്പായി. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ ചെയ്തതിൻ്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കും, അവരവർ ചെയ്തതിൻ്റെ കർമ്മഫലം അവരവരനുഭവിക്കും. ഹെൽത്തൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല, സെറ്റായി വരുന്നു. മെലിഞ്ഞുണങ്ങി ഒരു പെരുവായിരുന്നു ഞാൻ. അങ്ങനെ ജാടാർക്കും എനിക്കോ? എൻ്റെ മക്കൾ എന്നിങ്ങനെ പറയണ ഞാൻ ബാലൻ. ഹായ് ലത, എന്തിനാ വീശി എത്ര? ഉമ്മായും ഉപ്പായും എവിടെ? അവർ ഹാപ്പി അല്ലേ? പൊന്നുസൊക്കെ അവരൊക്കെ ഹാപ്പി ആയിരിക്കുന്നു. ഉമ്മായും അത്തായും വീട്ടിലുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയില്ല, ഞാൻ കൊച്ചിയിലാണ്. നാളെ ഒരു ഷൂട്ട് ഉള്ളതുകൊണ്ട് കൊച്ചിയിലാണ്. പട്ടി ഷോ, ഡോഗ് ഷോ. എന്താ എന്നൊക്കെ എന്ത്? സിജോ ഡാൻസ്, ജാസ്മിൻ ഡാൻസ്. അയ്യോ, അത് ഞാൻ കണ്ടു കേട്ടോ. എൻ്റെയും സിജോയുടെ ആ സാധനം അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഹായ് മോസന. ഇന്റർവ്യൂ ഒന്നും എവിടെയും കൊടുത്തിട്ടില്ല ബ്രോ. താങ്ക് യു. കുറേ പേര് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാണ്, കുറേ പേര്, കുറേ ഉമ്മമാര്, കുറേ താത്തമാര്, കുറേ എന്താ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടിട്ടൊക്കെ കുറേ പേര് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ, എന്നെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങ് ദൂരെ നിന്നൊക്കെ, കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തിറങ്ങുമ്പോഴേലും കുറേ ഉമ്മമാര് എല്ലാവരും കുറേ കൺസേൺ വെച്ച് എന്നോട് സംസാരിക്കുന്നുണ്ട്. മക്കളെ നീ ഓക്കെ അല്ലേ, നീ ഹാപ്പി അല്ലേ, നീ ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ, നീ ഹാപ്പി ആയിട്ടിരിക്കും, നീ സ്ട്രോങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. വിഷമിച്ചില്ലെന്ന് പറഞ്ഞാൽ കള്ളമായി. ഇപ്പം വിഷമിച്ചിട്ടും എടുത്തിട്ടൊക്കെ ഉണ്ട്. അതപ്പോൾ അകത്തായാലും പുറത്തായാലും കുറേ വിഷമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. എന്നെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇത്രയും കുറേ പേര് മക്കളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൂരെ നിന്നൊക്കെ വിളിക്കും കേട്ടോ. ഞാൻ ഗൂഗിൾ മീറ്റിൽ ഫാൻസ് പേജ് എന്നും പറഞ്ഞ് റസ്മിൻ്റെ ചാർജർ പൊട്ടി. എന്താ ഫാൻസ് മീറ്റ് എന്നും പറഞ്ഞ്
ഫാൻസ് എന്ന് പറഞ്ഞ മീറ്റിൽ ഒരു സാധനം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടുന്നൊക്കെയോ ലോകത്തിന്റെ എവിടുന്നൊക്കെയുള്ള ആൾക്കാരാണ് എനിക്ക് എന്തിനാ മക്കളെ നീ ഓക്കെ ആണോ, നീ ഹാപ്പി ആണോ, എന്തൊരു ഏതെന്നൊക്കെ പറഞ്ഞു കുറേ മെസ്സേജ് അയക്കുകയും അല്ലെങ്കിൽ കുറേ വിളിക്കുകയും വിളിച്ച് സംസാരിക്കുകയും. ഇവിടെ റസ്മിൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് റസ്മിൻ ഒരു കിൻഡല മെസ്സേജ് വരുന്നുണ്ട്. എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം കാണിക്കണം നിങ്ങളോടൊക്കെ നന്ദിയുള്ളല്ലോ. അത് ഞാൻ എന്തൊരു പറയാൻ, എനിക്ക് വേറൊന്നും പറയാനില്ലല്ലേ. ഫുഡ് കഴിച്ചോ? ഇല്ല, ഫുഡ് കഴിച്ചില്ല. റസ്മിൻ്റെ ഉമ്മച്ചി ഞങ്ങൾക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം വീട്ടിൽ പോയിട്ട് വേണം കഴിക്കാൻ. ജാസ്മിൻ മൈക്ക് ധരിക്കും. എനിക്ക് ഇറങ്ങിയതിന് ശേഷം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ട്രോമ കണ്ണൊക്കെ മൈക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മൈക്ക് ഇപ്പം ഇല്ല, ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു. ഹായ് അനക. ആണോ? വാട്ട് അബൌട്ട് സൈബർ ബുള്ളിങ്? ആക്ച്വലി ഞാൻ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് അത്രയും സൈബർ ബുള്ളിങ് ഇല്ല. ഞാൻ ആ ഒരു ഇവിടെ നിന്ന സമയത്തായിരുന്നു ഒരു കിൻഡൽ സൈബർ ബുള്ളിങ്. അത് എന്നെ അല്ലല്ലോ എഫക്റ്റ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ വീട്ടുകാരെയാണ്. അവർ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം സൈബർ ബുള്ളിങ് ഒന്നും ഞാൻ കാണുന്നില്ല. ഇപ്പം ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100-ൽ 75% ആൾക്കാരുടെയും സ്നേഹവും സപ്പോർട്ടുമാണ്. ബാക്കി 25 ലേഡി ബാക്കി 25 പേര് അത് സാരമില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ കുറച്ച് ഇപ്പം നമ്മൾ നല്ലത് നോക്കിയാൽ മാത്രം. ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മളൊരു മനുഷ്യൻ്റെ നല്ലത് നമ്മൾ നോക്കിയാലേ നമുക്ക് അവരുടെ നല്ലത് കാണാൻ പറ്റില്ല. മോശം മാത്രം നോക്കുകയാണെങ്കിൽ മോശം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ലതും ചീത്തയായിട്ട് നോക്കണം. അല്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കാഴ്ചപ്പാട് അനുസരിച്ചല്ലേ നമ്മളൊരു വ്യക്തിയെ നോക്കി കാണുള്ളൂ. പിന്നെ പ്രശ്നമില്ല. ഇപ്പം എൻ്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരാതി പെരുപോകൊന്നുമില്ല. ஜாஸ்மின் உனக்கு சௌக்கியமா? ரொம்ப சௌக்கியமா இருக்கு, ரொம்ப நல்லா இருக்கு. நீங்க எப்படி இருக்கீங்க? ഗ്രാൻഡ് ഫിനാലെ കോസ്റ്റ്യൂം ആരാ ചെയ്തത്? അത് അവിടുന്ന് ഏഷ്യാനെറ്റിൽ നിന്ന് അവർ തന്നെ ചെയ്തതാ. ഗബ്രിയോട് പ്രശ്നമൊന്നുമില്ലെന്നോ? ഗബ്രിയോട് എനിക്കോ നെവർ എവർ. റസ്മിൻ ഉണ്ടോ അവിടെ? റസ്മിൻ ഉണ്ട്. എൻ്റെ ബാക്ക് ക്യാമറ എടുക്കുന്നതിനാണോ? നിന്റെ കാക്കാ അപ്സര എവിക്ഷൻ ഫെയർ ആയി തോന്നിയോ? നമുക്കറിയില്ല. ഇപ്പം എനിക്കറിയില്ല പുറത്ത് നിങ്ങൾ എന്താണ് കാണുന്നത്. ഇപ്പം ഷോ വിടുന്നതാണ്, ഷോയിൽ എന്താണോ അവർ പുറത്തോട്ട് വിടുന്നത് അതാണ് നമ്മൾ ഓഡിയൻസ് കാണുന്നത്. അതിൽ തന്നെ ലൈവ് 24/7 കാണുന്ന ആൾക്കാരുണ്ടാവും, എപ്പിസോഡ് മാത്രം കാണുന്ന ആൾക്കാരുണ്ടാവും. എപ്പിസോഡും ഈ 24/7 ലൈവും കാണാതെ നമ്മൾ ഈ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ യൂട്യൂബിലും വരുന്ന ചെറിയ ക്ലിപ്പായിട്ട് മാത്രം കാണുന്ന ആൾക്കാരുണ്ടാവും. ഈ ചെറിയ ക്ലിപ്പായിട്ട് കണ്ടിട്ട് കുറേ സോഷ്യൽ മീഡിയ, കുറേ മീഡിയ ചാനലുകളുടെ സാധനങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലെങ്കിൽ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ഇതിൽ എത്ര പേർക്ക് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് അറിയാമെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആൾക്കാർക്കായിരിക്കും എല്ലാം ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും വശങ്ങൾ അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും. അപ്പം ഞാൻ ആ വീട്ടിൽ നിന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് അപ്സരേച്ചി ഒരിക്കലും ആ ഒരു സമയത്ത് എഡിക്റ്റായി പോകേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്സരേച്ചി ടോപ്പ് 5 ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരുന്നു. കാരണം എല്ലാവർക്കും, ഇപ്പം എനിക്കായാലും കുറ്റങ്ങളും തെറ്റുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദേഷ്യം ഉണ്ടായിട്ടുണ്ട്, സന്തോഷം ഉണ്ടായിക്കൊണ്ട് എല്ലാ ഇമോഷൻസും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും കാര്യത്തിലുള്ളത്. ഇപ്പം അവരുടെ ഭാഗത്തും തെറ്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അപ്സരേച്ചി അപ്പം എവിക്റ്റായി പോകേണ്ട ഒരാളായിരുന്നില്ല. കാരണം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും റിയാക്ട് ചെയ്യുന്ന, സംസാരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ്, ഫീമെയിൽസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു വ്യക്തിയാണ് അപ്സരേച്ചി. അപ്പം ഞാൻ അങ്ങനെ തന്നെ പറയും, ടോപ്പ് 5 ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു അപ്സര. നന്ദന എനിക്കൊരു അനിയത്തിയെ പോലെ ഉള്ളൂ. ഉമ്മാനെ പറ്റി പറയോ? എൻ്റെ ഉമ്മയെ പറ്റിയോ? എൻ്റെ ഉമ്മ മുത്ത്, ചക്കര, പൊന്ന്, വാവ, ചുണ്ടരമണി. അഭിഷേകൊക്കെ നല്ലൊരു പ്ലെയറാണ്. നെഗറ്റീവ് ഉണ്ട്, പക്ഷേ ഐ ലൈക്ക് യു.
എല്ലാവർക്കും നെഗറ്റീവാണ്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇതിനകത്ത് കുറേ പേര്, ഞാൻ കുറേ സാധനങ്ങളൊക്കെ കണ്ടതിനകത്ത് ഞാൻ പറയണതാണ് കേട്ടോ, കുറേ പേര് ജാസ്മിൻ അതല്ലേ, ജാസ്മിൻ ഇതല്ലേ, ജാസ്മിൻ ശരിയാണ്, ജാസ്മിൻ അതും ഇതും മറ്റേതൊക്കെയാണ്. പക്ഷേ ജാസ്മിനും കുറേ നല്ല കാര്യങ്ങളുണ്ട്. എൻ്റെ കാര്യമൊന്നും മാത്രമല്ല, എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ മനുഷ്യർക്കും നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ വശങ്ങളും കാണും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. എന്ത് അക്സെപ്റ്റ് ചെയ്യണം, എന്തെടുക്കണം, എന്തെടുക്കണ്ട എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടാണ്. പറയ്ക്കുന്നു ചെയ്തു. സേ ഹായ് സാന്ദ്ര, കലിപ്പ് സാന്ദ്ര. ഗ്രാൻഡ് ഫിനാലെ മേക്കപ്പ് ആരാ ചെയ്ത? അവിടെ ഉണ്ടായിരുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ചെയ്തത്. ഇപ്പോൾ ഹാപ്പിയല്ലേ? ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. സ്ലിമ്മാണ്, ബ്യൂട്ടി അങ്ങനൊന്നുമില്ല. പോയി പിണങ്ങിപ്പോയി. അല്ല ഇനി കിട്ടുന്നില്ലടി. നെക്സ്റ്റ് ഇവരിട്ടേക്കുന്ന പാട്ടാണത്. എടി ഇത് അവരോട് നിർത്താൻ പറഞ്ഞ പാട്ട്. ജാസ്മിൻ ആർമിക്ക് ഒരു ഹായ്. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്. എൻ്റെ കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഫാൻസ്, അല്ലെങ്കിൽ ജാസ്മിൻ ടോക്സിക് ആർമി എന്നും പറഞ്ഞു കുറച്ചൊരു സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. ജാസ്മിൻ PR, ജാസ്മിൻ ലക്ഷങ്ങൾ എറിഞ്ഞ്, ജാസ്മിൻ പണപ്പെട്ടി കൊണ്ടുവന്ന് ഞാൻ മറച്ചു വെച്ചേക്കുമായിരുന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം കേട്ടോ, അല്ലെങ്കിൽ കളയേണ്ടവർക്ക് കളയാം. ഞാൻ ഇറങ്ങിയത്, ഞാൻ അകത്തുനിന്ന് ഞാൻ പ്രതീക്ഷ വന്നത് എനിക്ക് വൻ സൈബർ ബുള്ളിങ്ങും അതും ഇതൊക്കെ ആയിരിക്കും. കാരണം എനിക്ക് അകത്ത് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം വൈൽഡ് കാർഡ് ഉൾപ്പെടെ പലരും അതിനകത്ത് വരുമ്പോൾ, ലാലേട്ടനാണെങ്കിലും ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ എന്നെ നിർത്തിപ്പിരിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ പിന്നെ എന്നെ കൊന്നപ്പോൾ ഞാൻ പുറത്തിറങ്ങി എന്നെ തിന്നു എന്നുള്ളൊരു മൈൻഡായിരുന്നു. കുറേ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളതായിരുന്നു. പക്ഷെ എന്നെ പുറത്ത് വന്നപ്പം തളർത്തിയതൊന്നുമല്ല. ഞാൻ സ്നേഹിച്ചവർ, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചവർ വിശ്വാസവഞ്ചന കാണിച്ചു, ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞുണ്ടാക്കി, കുറേ പൈസയ്ക്ക് വേണ്ടി കുറേ ഇത് ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും, എൻ്റെ വീട്ടുകാർ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കരുത്. എന്നിട്ട് ഞാൻ ഒരാളെ വിശ്വസിച്ച് ഞാൻ എൻ്റെ കുടുംബം എന്നുള്ളൊരിത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആർക്കും കൊടുക്കരുത്. സപ്പോസ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ വന്നാൽ ഇന്ന ആൾക്കേ കൊടുക്കാവൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ട്. പക്ഷേ അയാൾ മാക്സിമം എൻ്റെ അത്തായും ഉമ്മായും മാനിപ്പുലേറ്റ് ചെയ്ത് അയാൾക്ക് എന്താണോ വേണ്ടുന്നത് അത് വീഡിയോ ചെയ്ത് പറയിപ്പിച്ച് അത് കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്ത് അതിനുശേഷം വെച്ച് കാശുണ്ടാക്കി. അതിന് എനിക്കൊന്നും പറയാനില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന സാധനം മറന്നുപോയല്ലോ. എന്തു വരുന്നിട്ട് പറഞ്ഞു വന്നേ? അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നെ ടോക്സിക് ആർമി എന്നൊക്കെ പറയുന്ന ആൾക്കാരായിട്ടാ. ഞാനിപ്പം ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അതിൽ ഞാൻ കാണുന്നത് കുറേ എനിക്ക് കൂടുതലും എനിക്ക് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കൂടുതലും സപ്പോർട്ടേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രായമായ ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ അവർ, പിന്നെ കുറച്ച് താത്തമാർ, കുഞ്ഞു മക്കളൊക്കെ ഉള്ള താത്തമാർ, പിന്നെ കുറച്ച് കാക്കമാരൊക്കെ ഉണ്ട്, പിന്നെ വേറെ സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും കൂടുതലും ഞാൻ കണ്ടത് ഉമ്മമാരെയൊക്കെയാണ്. ഇവരൊന്നും ഞാൻ കാശ് കൊടുത്ത് നിർത്തിയേക്കുന്നൊന്നുമല്ല. ഇവരൊക്കെ ചിലപ്പം വീഡിയോ കണ്ടിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് എന്നോട് സ്നേഹം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. PR വർക്ക് കൊടുത്ത് എനിക്ക് ഇത്രയും ആൾക്കാരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല മക്കളെ. കാരണം അത്രയും കാശ് എൻ്റെ വീട്ടിൽ അട്ടിയിട്ട് വെച്ചിട്ടില്ല, അത്രയും പൈസയൊന്നും എൻ്റെ വീട്ടിലില്ല. പിന്നെ ഈ ടോക്സിക് ആർമി എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഇത് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ തരികയാണ്. PR വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കല്ല, വേറൊരാൾക്ക് PR ഉണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറസിൻ്റെ പേരുണ്ട്, ഇപ്പം നാളെ അതാവും. അപ്പം ഞാൻ XOR ഒരു പേഴ്സൺ, ആ പേഴ്സൺ PR വർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അവർക്ക് വേണ്ടി ഈ XOR സപ്പോർട്ട് ചെയ്ത് മാത്രമായിരിക്കില്ല PR ചെയ്യുക. ഇപ്പം അവരുടെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് അഗൈൻസ്റ്റ് വീഡിയോ ചെയ്തും എന്നെ എത്രത്തോളം മോശക്കാരിയാക്കാമോ അത്രത്തോളം മോശക്കാരി റീൽസിലും അതിലും ഇതും ആക്കുകയും ചെയ്ത് ഇതൊന്നും പോരാത്തിന് വേണമെങ്കിൽ എൻ്റെ ആർമി എന്ന വ്യാജേന, അല്ലെങ്കിൽ എൻ്റെ ഫാൻ എന്നുള്ള വ്യാജേന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പള്ളു വിളിക്കുമ്പം ഉറപ്പായും അവർക്ക് കാണുമ്പം ആരോട് ദേഷ്യം തോന്നും? ഈ ആർമി എന്ന് പറയുന്ന ഗ്രൂപ്പിനോടല്ല, ജാസ്മിൻ എന്നുള്ള എന്നോടാണ് ദേഷ്യം തോന്നുക. അവിടെ അതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന കളികൾ. അത് പലർക്കും അറിയില്ല. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോസൊക്കെ ഇടുമോ? പിന്നെ ഇടും. എന്ന് മുതൽ വീഡിയോ ഇടും. നാളെ ഒരു വീഡിയോ വരുന്നുണ്ട്. വെയിറ്റ് എത്ര കുറഞ്ഞ വീഡിയോസ് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ നല്ലോണം മെലിഞ്ഞെന്ന് എനിക്കറിയാം.
കളിച്ച കുറെ ആൾക്കാരുണ്ട്. കളിച്ചവരൊക്കെ കളിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ, കളിച്ചവർ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ദൈവം കൊടുത്തോളും, ദൈവം കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ അയൺ ലേഡി ഒന്നുമല്ല. പാവം പിടിച്ചൊരു പെൺകൊച്ച്. ഓക്കെ, അപ്പം ഞാൻ ഇനി നിൽക്കുന്നില്ല. ഇനി ഞാൻ പോവാണ്. ഇനി വേറെ എന്തിനാ പറയാനുള്ളത്? വേറെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ എൻ്റെ ലൈഫൊക്കെ അടിപൊളിയായിരുന്നു. കുറേ പേരെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റി. അകത്തും പുറത്തുമായിട്ട് നമ്മളിപ്പോൾ അകത്തിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റില്ല. നമ്മൾ പുറത്ത് വന്നിട്ട് അതിനകത്ത് എന്തായിരുന്നു നമ്മൾ മാറി നിന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കിത് ഇവിടെ വന്നിട്ടേ അറിയത്തുള്ളൂ. പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങളൊക്കെ അത് അവിടെ കഴിഞ്ഞു. അതൊരു ഗെയിം ഷോ ആണ്, ഒരു റിയാലിറ്റി ഷോ ആണ്. അവിടുത്തെ സംഭവങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. പുതിയൊരു ലൈഫാണ്. പുതിയ ലൈഫ് മീൻസ് നമ്മൾ റിയാലിറ്റി ലൈഫിലേക്ക് വന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫിൽറ്ററിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ന്യൂ ലൈഫാണ്. അടിപൊളിയായിട്ട് പോകണുണ്ട് ഞാൻ. അപ്പം എന്നെക്കുറിച്ച് ആലോചിച്ച് കുറേ പേര് വിഷമിക്കുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ കൺസേൺ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അവരോടൊക്കെയാണ് പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.